നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്നൊരു ട്രേഡ് എടുത്തിരിക്കുന്നത് കോട്ടക് ബാങ്കിലാണ്. അപ്പോൾ കോട്ടക് ബാങ്കിന് ഞാനവിടെ മാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം. കുറച്ച് ദിവസം മുന്നേ ഉള്ള നല്ലൊരു സപ്പോർട്ട് ഏരിയ കോട്ടക് ബാങ്കിന് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ഏകദേശം ഒരു 3% ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. അപ്പോൾ ഈ സപ്പോർട്ട് ഏരിയയുടെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് ക്യാൻഡിലിൽ ഒരു റിവേഴ്സ് വന്നപ്പോൾ നമ്മൾ അവിടുന്ന് എൻട്രി എടുത്തു. അപ്പോൾ 0.5% നമ്മളവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. പക്ഷേ നമ്മളത് ഓർഡർ പ്ലേസ് ചെയ്തിട്ടില്ലായിരുന്നു. ടാർഗറ്റ് ഓർഡറും അതുപോലെ സ്റ്റോപ്പ് ലോസ് ഓർഡറും നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല. എന്നിട്ട് 1:2 ഹിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തില്ല. അത് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ആക്ച്വലി 1:1 എടുക്കുക, അല്ലെങ്കിൽ 1:2. അതിപ്പോൾ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം അനുസരിച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കറിയാം 1:2 എങ്കിലും എടുത്താൽ നമുക്ക് 50-50 ട്രേഡ് എങ്കിലും നമ്മൾ വിൻ റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 40 ട്രേഡ് വിൻ ചെയ്താൽ 1:2 ആണെങ്കിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിലെത്താൻ പറ്റും. അപ്പോൾ ഈ 1:2 ഹിറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ നമുക്ക് തോന്നുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ 1:1 എക്സിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 1:1 മുകളിൽ നമ്മൾ എക്സിറ്റ് എടുക്കുകയാണ് പതിവായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:1 ആണെങ്കിൽ നമുക്ക് 60% ഓഫ് ട്രേഡ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റിലെത്താൻ പറ്റും. ഇപ്പോൾ 1:1 1:2 നേരെ പകുതിയാണല്ലോ. അതുകൊണ്ട് തന്നെ വിൻ പ്രോബബിലിറ്റി കുറച്ചും കൂടെ ഹൈ ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊരു 100 ട്രേഡ് മുന്നോട്ട് ചെയ്ത് കഴിഞ്ഞാലേ കറക്റ്റ് അതിൻ്റെ വിൻ റേറ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അപ്പോൾ ഒരു ട്രേഡ് എടുത്ത് നമ്മൾ കോസ്റ്റ് കൊടുത്ത് പഠിക്കുന്നതിലും കുറച്ചും കൂടി എളുപ്പമായിരിക്കും ട്രേഡുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് 15 ക്വാണ്ടിറ്റിയാണ്. അതിന് നമുക്ക് ക്യാഷ് വേണ്ടി വന്നത് 5000 രൂപയ്ക്ക് അടുത്താണ്. 4800 വേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ് വരുന്നത് ഞാനൊന്ന് കാണിക്കാം. നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ് വന്നേക്കുന്നത് 201 രൂപയാണ്. അപ്പോൾ 4800 രൂപയ്ക്ക് 201 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 4% മുകളിലാണ് പ്രോഫിറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു 100 ദിവസം നമ്മളങ്ങനെ കിട്ടിയാൽ ഒരു ആവറേജ് 1% കിട്ടിയാൽ നിങ്ങൾക്കറിയാമല്ലോ, 1% പ്രോഫിറ്റ് ആകും. അപ്പോൾ ഇന്നത്തേത് നമുക്കൊരു 4% പ്രോഫിറ്റ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാകുമെന്ന്. ഓക്കെ, താങ്ക് യു.